രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി ആദ്യ കേസിലെ പരാതിക്കാരി. ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചെന്നും ആ വീഡിയോ ഇപ്പോഴും രാഹുലിന്റെ ഫോണിലുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളിയെന്നും പരാതിക്കാരി പറയുന്നു. വിഷ്ണു പ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ജാമ്യം നൽകരുത് എന്നതുമായി ബന്ധപ്പെട്ട് ഈ പിടിച്ചെടുത്ത ഫോണിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് എങ്കിൽ അത് ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് ലഭ്യമായി കാണില്ലേ? വിശദാംശങ്ങൾ എന്ത്? മോത്തി, ഇന്നിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടുള്ള ഒന്നാം പരാതിക്കാരിയുടെ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇന്നിപ്പോൾ സത്യവാങ്മൂലവുമായി ഈ ഒരു പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഗുരുതര ആരോപണങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒന്നാം പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപിക്കുന്നത്. ഇതിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ഒരു തരത്തിലും നൽകരുത് എന്നുള്ളതാണ്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരമായിട്ടുള്ള ഈ വൈകൃതമായിട്ടുള്ള ലൈംഗിക കുറ്റവാളിയാണ്. നിരവധി തവണ ഇതിപ്പോൾ അന്വേഷണ സംഘത്തിനടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമായതാണ്. ഏതാണ്ട് 10ഓളം കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ അന്വേഷണ സംഘത്തിന് അറിയാം. ഇതിൽ ഒരു അതിജീവിത എന്ന് പറയുന്നത് മൈനറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു സത്യവാങ്മൂലത്തിൽ ഈ പരാതിക്കാരി സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതി മുമ്പാകെ. മാത്രമല്ല നിരവധി തവണ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ഈ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ കാട്ടിയത്. ബലാത്സംഗം ചെയ്തത് ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി ചെയ്തിരുന്നു. അതുപോലെ ഈ ഗർഭഛിദ്രത്തിനുൾപ്പെടെ ഭീഷണിപ്പെടുത്തിയാണ് ഇത് നിർബന്ധിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നിരവധി തവണ ഈ അന്വേഷണ സംഘത്തിന്റെ മുൻപിലടക്കം ഇക്കാര്യങ്ങൾ മൊഴിയായി നൽകിയിരുന്നു. തിരുവനന്തപുരം കോടതിയിലും ഇക്കാര്യങ്ങൾ പരിഗണിച്ചപ്പോൾ ഈ യുവതി ഇത് സത്യവാങ്മൂലമായി നൽകിയതാണ്. മാത്രമല്ല ഭീഷണിപ്പെടുത്തി തന്റെ നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ അത് പുറത്തുവിടുന്നതിലടക്കം ആ ഒരു ഭയം തനിക്ക് ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ സത്യവാങ്മൂലം ഈ യുവതി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ രാഹുലിന്റെ ഒന്നാം പരാതിക്കാരിയുടെ ആദ്യ ബലാത്സംഗ കേസിലുള്ള ഒരു ജാമ്യ ഹർജി അടക്കമുള്ളവ ഇന്നിപ്പോൾ കോടതി പരിഗണിക്കും. ഇതിൽ വിശദമായിട്ടുള്ള വാദങ്ങൾ കേൾക്കും. ഏതായാലും ഇതിന്റെ മുന്നോടിയായിട്ടില്ലെങ്കിൽ ഇതിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ യുവതി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. ശരി, വിഷ്ണുപ്രകാശാണ് വിശദവിവരങ്ങൾ നൽകിയത്.